ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് പുതിയൊരു കിടിലൻ മസ്റ്റ് വാച്ചിങ് സംഭവമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് പൂർണ്ണമായിട്ട് കാണണം. കേരളത്തിലെ എറണാകുളത്തിനടുത്ത് പാമ്പാക്കുടയിലുള്ള അരീക്കൽ വെള്ളച്ചാട്ടത്തിനടുത്ത് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന അരീക്കൽ എക്സോട്ടിക് ബേർഡ് പാർക്കാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വന്യജീവികളോടും പക്ഷികളോടും ഒക്കെ താല്പര്യമുള്ള ബേർഡ്സിനെ അത് കാണുകയും ടച്ച് ചെയ്യുകയും അതിനെ ഫീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ഈ അരീക്കൽ എക്സോട്ടിക് പാർക്ക് എന്ന് പറയുന്നത്, ബേർഡ്സ് പാർക്ക് എന്ന് പറയുന്നത്. സന്ദർശകർക്കിടയിൽ പൊതുവെ നല്ല സ്വീകാര്യത നേടുന്ന ഒരു സ്ഥാപനമാണ് ഇത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു ടൈം പാസ് മാത്രമല്ല, തീർച്ചയായിട്ടും അതിനപ്പുറത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബേർഡ്സ് ഒക്കെ പറന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അതെൻ്റെ അടുത്തുനിന്ന് വന്നിരുന്നെങ്കിൽ, അവർ അണ്ണാൻ പോകുമ്പോൾ അതൊന്ന് നമ്മുടെ അടുത്തുനിന്ന് വന്ന് നമ്മുടെ കയ്യിൽ നിന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും പക്ഷികളെയൊക്കെ തൊടാനും അത് നമ്മുടെ ശരീരത്തൊക്കെ വന്നിരിക്കുന്നത് ആസ്വദിക്കാനും താല്പര്യമില്ലാത്ത ആരുമില്ല, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ വരേണ്ടതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുമായ നല്ലൊരു സ്ഥലമാണ് ഈ അരീക്കൽ ബേർഡ്സ് എക്സോട്ടിക് പാർക്ക്. ഈ ഭക്ഷണം കൊടുക്കുക, നല്ല ഫുഡ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും, അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പാമ്പുകളെയൊക്കെ സൗഹൃദപരമായി ജീവിക്കാനും മനുഷ്യനുമായി ഇടപെടാനും ഒക്കെ സാധിക്കുന്ന ഒരു ജീവിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഈ സ്ഥലമെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പ്രത്യേകതയാണ് ഈ പാർക്കിനുള്ളതെന്ന് നമുക്ക് ഒരു വലിയ കേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ഫുൾ ബിൽഡിങ്ങിൻ്റെ വലിപ്പമുള്ളൊരു വലിയ കേജ്. ഒന്നാമതാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ഈ പക്ഷികളെ കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ കാര്യം. അത് നമ്മുടെ കയ്യിൽ വന്നിരിക്കും, ഭക്ഷണം ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഏതൊക്കെ ടൈപ്പ് ഓഫ് ബേർഡ്സ് ആണുള്ളത്? ലവ് ബേർഡ്സ് ഒരുപാടുണ്ട്, ബഡ്ജീസ് ഉണ്ട്, സൺ കോണിയറുകളുണ്ട്. അതുകൊണ്ട് ഭക്ഷണം നമുക്ക് പക്ഷികൾക്ക് കൊടുക്കാനും അവ നമ്മുടെ ശരീരത്തിലും കൈകളിലൊക്കെ തലയിലുമൊക്കെ കയറി ഇരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണുന്നു. എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരാണ്. ഇപ്പോൾ 4-5 സ്റ്റാഫാണ് ഉള്ളത്. സൗഹൃദപരമായി നമ്മളെ എൻകറേജ് ചെയ്യുകയും നമ്മുടെ എടുത്ത് പക്ഷികളൊക്കെ വന്ന് അതിനെ ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ജീവനക്കാരെയാണ് ഞാൻ അവിടെ സഹായിക്കാനും അവരുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള നല്ല സ്റ്റാഫാണ്. അതുകൊണ്ട് ആ അനുഭവം വളരെ നല്ലതാണ്. കണ്ട് ലഘുവാണ് പിടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ, തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഈ പാർക്കിലുണ്ട്. പെരുമ്പാമ്പ് പോലുള്ള സാധനങ്ങൾ, മൃഗങ്ങൾ, ഇവയെല്ലാം ഈ എക്സോട്ടിക് പാർക്കിലുണ്ട്. ആർക്കാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ? ഞാൻ പറഞ്ഞ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കുടുംബമായി പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഫാമിലിയായിട്ട് പോയി ചില കുഞ്ഞുങ്ങൾക്ക് ഇതിനൊക്കെ പിടിക്കുന്ന ചെട്ടിയിൽ കാണും. പേരൻസൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് പക്ഷിക്ക് തീറ്റ എടുക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും. സോ കൂടുതലായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നല്ലൊരു 1 hour നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ്. 1 മണിക്കൂറെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പോയി കണ്ട് വെറുതെ ഇറങ്ങി പോകുന്നതല്ല, ഓരോ പക്ഷികളുടെയും മൃഗങ്ങളുടെയും എടുത്ത് പോയി അത് മാനേജ് ചെയ്യുന്നത് കാണാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രയോജനം. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് ഈ പക്ഷികളെയൊക്കെ നന്നായിട്ട് പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. ഒരു വൃത്തിയുള്ള മറ്റു മണങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ കാഷ്ട കൊടുക്കുമ്പോൾ അത് അന്നേരം തന്നെ അത് മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. പിന്നെ എനിക്ക് തോന്നിയ നല്ലൊരു കാര്യം, പ്രവേശന ഫീസ് വളരെ കുറവാണ്. 50 രൂപ പ്രവേശന ഫീസാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ 2025
മെയ് മാസം അവസാനമാണ് പോയത്. സോ താങ്ങാനാവുന്ന പ്രവേശന ഫീസേ ഉള്ളൂ. 50 രൂപ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു പ്രവേശന ഫീസാണ്. എന്നാൽ അത് ഒരു 500 രൂപയുടെ എക്സ്പീരിയൻസ് നമുക്ക് തരുമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. വെരി ഗുഡ് എക്സ്പീരിയൻസ്. എന്നാൽ നെഗറ്റീവ് തലങ്ങളും ഉണ്ട്. ഈ 3-4 തരത്തിലുള്ള പക്ഷികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സാധനം. പിന്നെ ഈ പാമ്പാക്കുള വെള്ളച്ചാട്ടത്തിനോട് ചേർന്നാണ്. സോ അവിടെ ഇച്ചിരി സംസാരവും വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു നെഗറ്റീവ് കാര്യം. ഇതിലേ ഉള്ളൂ. മറ്റ് പ്രശ്നങ്ങളായിട്ട് എനിക്കൊന്നുമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യണം. ബാക്കിയുള്ള വീഡിയോ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്തു. പിടിച്ചിട്ട് കേട്ടെ നമ്മളിവിടെ നിൽക്കും. ഫോട്ടോ എടുക്കണേ.
പക്ഷെ ഇവന്മാർ ഇച്ചിരി വളരെ കൊത്തുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നവന്മാർ, അതുകൊണ്ട് ഇവന്മാരെ സൂക്ഷിക്കണം. എന്താ ഇവന്മാരെൻ്റെ ദേഹത്ത് വന്നിരിക്കുകയാണ് കണ്ട. എന്നിട്ട് മറ്റുള്ളവരൊക്കെ പോന്ന് പറയുന്നുണ്ട്. സോ ഇവന്മാർ നമ്മളെ കൊത്തും, അതുകൊണ്ട് ഇവന്മാരെ സൂക്ഷിച്ചോണം. അയ്യോ കൊത്ത് കിട്ടി കണ്ട. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫാമിലിയായിട്ട് വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പോകാൻ മറക്കരുത്. ഒരു 1 ഡേ ട്രിപ്പാണ്. അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾക്ക് ഹാഫ് ഡേ അവിടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ എക്സോട്ടിക് ബേർഡ് പാർക്കിൽ നിങ്ങൾക്ക് പോകാം, എൻജോയ് ചെയ്യാം. ഒരു 1 ഡേ നിങ്ങൾക്ക് അവിടെ അടിച്ചു പൊളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ, ടാറ്റ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.